ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലേഡി ബോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കെയറിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് പൊതുവേ നമ്മൾ എല്ലാവരും ചെയ്തു വരുന്ന കെയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി കെയർ, ഹെയർ കെയർ, അതേപോലെ ഫുഡ് കെയർ ഒക്കെയാണ് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കെയറാണ് നമ്മുടെ നെയിൽ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ്? നെയിൽ കെയറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നഖങ്ങളൊക്കെ നീട്ടി വളർത്തി നല്ല ഷേപ്പ് ചെയ്തിട്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള നെയിൽ പോളിഷ് ഒക്കെ അടിച്ചിട്ട് നഖങ്ങളെ നല്ല രീതിക്ക് ഭംഗിയായി കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലേ നമ്മളെല്ലാവരും. പക്ഷെ എന്താ പ്രശ്നം? നമ്മൾ നെയിലൊക്കെ കട്ട് ചെയ്ത് നല്ല രീതിക്ക് ഷേപ്പ് ചെയ്തിട്ട് നെയിൽ പോളിഷ് ഒക്കെ അടിച്ച് നടക്കുന്നുണ്ടെങ്കിലും കൂടെ നെയിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നം പല ആളുകൾക്കും ഉണ്ടല്ലേ. ഇതിന്റെ കാരണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്തെങ്കിലും ഉണ്ടോ ഇതിന് പരിഹാര മാർഗങ്ങൾ? നമുക്കൊന്ന് നോക്കിയാലോ. നഖങ്ങൾ വൃത്തിയായി സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ നമുക്ക് പിടിപെടുന്നതിനോടൊപ്പം തന്നെ നഖങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ലാതെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനമാണ് അയൺ എന്ന് പറയുന്നത്. അയണിൻ്റെ കുറവ് മൂലം നമുക്ക് നഖങ്ങൾ പൊട്ടിപ്പോകും. അതേപോലെ തന്നെ എന്താ പറയുക, ചില സ്കിന്നിൻ്റെ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആളുകൾക്കും നഖങ്ങൾ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്നതാണ്. നഖത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നതാണ് കേട്ടോ. നമ്മുടെ ഉള്ളിലെ ആരോഗ്യം നമ്മുടെ നഖത്തിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അതായത് ലിവർ, കിഡ്നി ഇവയ്ക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നെയിൽസിൽ നിറവ്യത്യാസം ഉണ്ടാകുമെന്നാണ് പൊതുവെ പറയുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് നഖത്തിലൊക്കെ കാണുകയാണെങ്കിൽ എന്തായാലും ഡോക്ടറെ അടുത്ത് പോയി കാണിക്കാം കേട്ടോ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് നമ്മുടെ നെയിൽസിനെ സംരക്ഷിച്ച് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇലക്കറികളാണ്. നമ്മൾ ധാരാളമായിട്ടും ചീര, നമ്മുടെ മുരിങ്ങയില, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പറയുന്ന കാര്യം ഫ്രൂട്ട്സ് ആണ്. പിന്നെന്താ, നോൺ വെജ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ പാല്, മുട്ട, പിന്നെ തൈര്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ അയണിൻ്റെ കുറവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കേണ്ടി വരും. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി കണ്ടിട്ട് അവർ പറയുന്നത് പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടിരിക്കും. പിന്നെ നമ്മുടെ നഖത്തിൽ വൈറ്റ് കളറിലുള്ള സ്പോട്ടുകൾ ഉണ്ടാവാറുണ്ടല്ലേ. എൻ്റെ നഖത്തിലൊക്കെ പണ്ടുണ്ടായിരുന്നു കേട്ടോ, വൈറ്റ് കളറിൽ ചെറിയ ചെറിയ ഡോട്ടൊക്കെ ആയിട്ട്. അപ്പോൾ അന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഇങ്ങനെ വൈറ്റ് കളർ നഖത്തിലുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഡ്രസ്സുകൾ ഒരുപാട് കിട്ടാനുണ്ടെന്നാണ്. അതായത് ഒരുപാട് ഡ്രസ്സ് നമുക്കിങ്ങനെ കിട്ടാനുണ്ട്, അതിനോടാണ് ഈ വൈറ്റ് കളർ നഖത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇരുന്നു കേട്ടോ, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അത് അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഡ്രസ്സ് കിട്ടുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ അത് ആ ചെറിയൊരു മൈൻഡിൽ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് വൈറ്റ് കളർ വരുന്നതെന്ന് അറിയുമോ? നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ കുറവാണ് നഖത്തിൽ വൈറ്റ് കളറിൽ സ്പോട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് പെഡിക്യൂർ അല്ലെങ്കിൽ മാനിക്യൂർ ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ. കയ്യിലേക്ക് കാലിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കയ്യിലെ നഖവും കാലിലെ നഖവും ഒക്കെ കെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെഡിക്യൂർ അല്ലെങ്കിൽ മാനിക്യൂർ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ്. പാർലറിലൊക്കെ പോകണമെന്നൊന്നുമില്ല കേട്ടോ. വീട്ടിൽ തന്നെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നമ്മളൊരു ഫുഡ് കെയറിൻ്റെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ കേട്ടോ. അപ്പോൾ നെയിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ എന്താ പറയുക, നഖത്തിൻ്റെ ചുറ്റുമുള്ള ആ ഡെഡ് സെല്ലൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ നെയിലിനെ കെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അങ്ങനെ വീട്ടിൽ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പാർലറിൽ പോയാൽ അവർ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്തൊക്കെ വൃത്തിയാക്കി തരുന്നതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നറിയോ? നമ്മൾ നെയിൽ കട്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ വീട്ടിൽ നിന്ന് നെയിൽ കട്ട് ചെയ്യുമല്ലോ വളർന്നു വരുന്നതിനനുസരിച്ച്, ഒരുപാട് കയറ്റി വെട്ടാതിരിക്കുക കേട്ടോ. നെയിൽസ് കുറച്ചൊന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ. അതിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടത് കാലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ്. കാലിൻ്റെ നഖം നമ്മൾ ഉള്ളിലേക്ക് നല്ലോണം കയറ്റി വെട്ടിയിട്ടുണ്ടെങ്കിൽ കുഴിനഖമല്ലേ, കുഴിനഖം പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊരിത്തിരി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ, ഒരുപാട് പുറത്തേക്ക് എക്സ്പോസ് ചെയ്യണം എന്നല്ല പറയുന്നത്, കുറച്ചൊരിത്തിരി പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക.
നഖത്തിൽ കാണപ്പെടുന്ന അഴുക്കുകളും കാര്യങ്ങളൊക്കെ അല്ലേ ഇപ്പം കാലിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പുറത്ത് പോകുന്നതൊക്കെയാണല്ലേ. കാലിൻ്റെ നഖത്തിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് അഴുക്കുകളും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഡെയിലി നമ്മൾ കെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പം എന്തായാലും നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുൻപായിട്ട് കാലൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടല്ലേ കിടന്നുറങ്ങുള്ളൂ. ആ ഒരു സമയത്ത് നെയിലിൻ്റെ ഉള്ളുകൂടി വൃത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കൈയിൻ്റെ നഖം വൃത്തിയായി സൂക്ഷിച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾ വരുന്നതിൻ്റെ കൂടെ തന്നെ നെയിൽ പൊട്ടിപ്പോകുന്നതിനും ചാൻസ് കൂടുതലാണ്. പല അസുഖങ്ങളും നമുക്ക് വരികയും ചെയ്യും. അപ്പോൾ നെയിലിൻ്റെ ഉള്ളിലൊക്കെ വൃത്തിയായി എന്താ പറയുക സംരക്ഷിച്ച് നിലനിർത്തുക. നെയിൽസ് നീട്ടുന്ന ആളുകളാണെങ്കിൽ, ഞാനൊക്കെ നെയിൽ നീട്ടുന്ന ആളാണ്, ഡെയിലി ഞാനത് വൃത്തിയായി സൂക്ഷിച്ച് കൊണ്ട് നടക്കുകയും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതായത് ഡെയിലി, അതായത് ഇപ്പോൾ നെയിൽ പോളിഷ് എൻ്റെ കണ്ടോ, എൻ്റെതിപ്പോൾ ഞാൻ പുറത്ത് പോകുമ്പോൾ ഇട്ടതായിരുന്നു, അത് കംപ്ലീറ്റ്ലി പോയി. ഇത് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കിയിട്ട് നെയിലിനെ നമ്മൾ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുക. ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ള കാര്യമാണ്. അതായത് നെയിൽ പോളിഷ് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ മേലെ വീണ്ടും 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 ഇട്ടുകൊണ്ടിരിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ നെയിൽസിൽ ഒരു യെല്ലോ കളർ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നെയിൽസിന് സ്വാഭാവികമായിട്ടുള്ള കുറച്ച് എന്താ പറയുക, കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ, കാറ്റും വെളിച്ചവും തട്ടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ നഷ്ടമാകും നമ്മളെപ്പോഴും ഈ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്യാനുള്ളൊരു ടൈമും കൂടി കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ നെയിൽ പോളിഷ് യൂസ് ചെയ്തിട്ട് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് നെയിലിനൊന്ന് ഫ്രീ ആക്കി വിടാം. കണ്ടോ, ഈ കയ്യിലുള്ളതുപോലെ ഫ്രീ ആക്കി വിടാം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മൾ നെയിലൊക്കെ കെയർ ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, കിടന്നുറങ്ങാൻ പോകുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈമിൽ നെയിൽസിൻ്റെ ആ ഒരു ഏരിയയിൽ ചുറ്റിലും നമുക്ക് എന്തെങ്കിലും മോയ്സ്ചറൈസർ ക്രീമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ് കേട്ടോ. ഇനി ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്ന് അറിയോ, നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ഈ നെയിൽ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ള കാര്യം അറിയണ്ടേ. അതാണ് ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതെന്താണെന്നൊന്ന് വേഗം പോയി നോക്കാം. നെയിൽ കെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നഖങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കിയ കയ്യിൽ വേണം കേട്ടോ നമ്മൾ നെയിൽ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നഖം പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നഖത്തിൽ എന്തെങ്കിലും കറ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് പോകാനുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് എണ്ണയാണ് കേട്ടോ. ഇളം ചൂടുള്ള എണ്ണയിൽ ഇതേപോലെ തന്നെ നെയിൽസ് വിരലുകൾ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഇങ്ങനെ മുക്കി വയ്ക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. അതായത് ഇളം ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ വിരലുകൾ രണ്ടും ഇങ്ങനെ മുക്കി വയ്ക്കാവുന്നതാണ്. നെയിൽസ് പൊട്ടിപ്പോകുന്ന പ്രശ്നം ഇങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇതേപോലെ തന്നെ കാലിൻ്റെ നഖത്തിലും ആക്കി കൊടുക്കാവുന്നതാണ്. മുക്കി വെക്കണം എന്ന് പറയുന്നില്ല, കാലിലേക്ക് വരുമ്പോൾ ജസ്റ്റ് നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, നെയിൽസിൽ എന്തെങ്കിലും കറയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ്. നമുക്കൊരു ചെറുനാരങ്ങേൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാം. അതിലേക്ക് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫിംഗേഴ്സ് അതിലേക്ക് മുക്കി വെക്കാവുന്നതാണ് കേട്ടോ. നഖങ്ങൾ നന്നായിട്ട് മുക്കി വെക്കാം. ഇത് നിങ്ങൾക്ക് വീക്ക്ലി ഒരു 1 ടൈമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ പറഞ്ഞ സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് വീക്ക്ലി 1 ടൈം ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ നഖത്തിലുണ്ടാകുന്ന ആ കറ മാറി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കൈയൊക്കെ നന്നായിട്ട് തുടച്ചിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു പ്രോസസ്സും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മുടെ നഖത്തിന് നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെറുനാരങ്ങ നീര് ഇതേപോലെ തന്നെ നഖത്തിൽ കംപ്ലീറ്റ്ലി ഒന്ന് പുരട്ടി വയ്ക്കുക. ഒരു അരമണിക്കൂറെങ്കിലും ഇത് വെച്ചതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, റോസ് വാട്ടറിൽ കൈ മുക്കി വയ്ക്കുക, അല്ലെങ്കിൽ ഒരു കോട്ടണിലാക്കിയതിന് ശേഷം നഖത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യമാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോസ് വാട്ടർ പ്ലസ് ഗ്ലിസറിൻ മിക്സ് ചെയ്തിട്ടുള്ളൊരു വാട്ടറാണ് കേട്ടോ. ഞാൻ അതാണ് ആക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാവുന്നതാണ്.
റോസ് വാട്ടർ മാത്രമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ സെയിം എഫക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുക. നമ്മുടെ നെയിൽസ് ഒന്ന് നന്നായിട്ടൊന്ന് തിളങ്ങും. അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പറഞ്ഞല്ലോ, റോസ് വാട്ടർ പ്ലസ് ഗ്ലിസറിൻ ആണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വിടുക. അപ്പം തന്നെ നിങ്ങൾക്ക് നഖത്തിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നഖം നന്നായിട്ടൊന്ന് തിളങ്ങുന്നത്, ഒരു ഷൈനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കൂടി മറക്കാതെ ഫോളോ ചെയ്യുക. കിടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.